നമസ്കാരം. ലോ പറയുമ്പോൾ പലർക്കും പേടി തോന്നാം. നിയമസഹായം വേണമെങ്കിൽ വലിയ ചെലവോ അധിക സമയമോ വേണമെന്ന ധാരണയും നമ്മൾ പലർക്കുമുണ്ട്. ഇതെല്ലാം മാറ്റാൻ ഇന്ത്യയിലെ നീതിന്യായ വകുപ്പ്, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ആരംഭിച്ച ഒരു പദ്ധതിയെക്കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക. കേന്ദ്ര നിയമ മന്ത്രാലയത്തിന്റെ കീഴിൽ ആരംഭിച്ച ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള പദ്ധതിയാണ് ടെലിലോ. ഈ സംരംഭം ജനങ്ങൾക്ക് കുറഞ്ഞ സമയത്തും ചെലവുമില്ലാതെ നിയമോപദേശം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യയിലെ സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് നിയമസഹായം അതിവേഗവും സൗജന്യമായും ലഭ്യമാക്കുക എന്നതാണ്. ടെലിലോ വഴി നിങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററിൽ പോയിട്ട് വിദഗ്ധ നിയമ ഉപദേശകരുമായിട്ട് വീഡിയോ കോൾ മുഖേന സംവദിക്കും, അതും സ്വന്തം ഭാഷയിൽ. അതിനായിട്ട് അടുത്തുള്ള CSC സെന്ററിലേക്ക് പോയാൽ ടെലിലോ സേവനത്തിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അവിടെ നിങ്ങളുടെ പ്രശ്നം വില്ലേജ് ലെവൽ ഓൺട്രപ്രണറിനോട് പറയുക, അവർ അഭിഭാഷകനെ ബന്ധപ്പെടും. വീഡിയോ കോൾ മുഖേന നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാം. ഇതുവഴി നിങ്ങളുടെ കേസ് ട്രാക്ക് ചെയ്യുകയും ചെയ്യാം. ചില കേസുകളിൽ ലീഗൽ എയ്ഡ് സംവിധാനത്തിലേക്ക് അങ്ങേയറ്റം സഹായവും ലഭിക്കും. ടെലിലോ സേവനം പ്രധാനമായും സ്ത്രീകൾ, സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ, പ്രായമായവർ, ഭിന്നശേഷിയുള്ളവർ, ഗ്രാമീണ ജനങ്ങൾ, തൊഴിലില്ലാത്തവർ, ഭീഷണിയിൽ കഴിയുന്നവർ എന്നിവർക്കാണ് പ്രധാനമായും ഉപകാരപ്പെടുന്നത്. എന്ത് സംശയമായാലും വൈവാഹിക പ്രശ്നങ്ങള്, ഭൂമി തർക്കങ്ങള്, തൊഴിലവകാശങ്ങള്, സ്ത്രീ സുരക്ഷ തുടങ്ങിയ സംശയങ്ങൾക്കൊക്കെ ടെലിലോ നിങ്ങളെ സഹായിക്കും. ഇപ്പോൾ വരെ ഇന്ത്യയിലുടനീളം ഗ്രാമീണ പ്രദേശങ്ങളിൽ നൂറുകണക്കിന് CSCകൾ വഴിയാണ് ഈ സേവനം നൽകുന്നത്. ഇവിടെ വില്ലേജ് ലെവൽ ഓൺട്രപ്രണർമാര് ഉപഭോക്താക്കളെ സഹായിക്കുന്നു. നിയമം അകലെയുള്ള ഒന്നല്ല, അത് നമ്മുടെ അവകാശമാണ്. ടെലിലോ ആ അവകാശത്തെ നിങ്ങളുടെ കയ്യിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ അടുത്തുള്ള CSC കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ ടെലിലോയുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി എത്തിച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.